ഒരു നാടൊത്തുചേർന്ന് ഒരു നാടകം ചെയ്യുന്നു. ആ നാടിൻ്റെ പേരാണ് അന്തിക്കാട്. ആ നാടക സംഘത്തിൻ്റെ പേരാണ് നാടക വീട് അന്തിക്കാട്. അവിടെ തയ്യാറാക്കിയ നാടകമാണ് വെയ് രാജ വെയ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം അന്തിക്കാട് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നാടക വീട് അന്തിക്കാട് രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഞങ്ങളോടൊപ്പം നിന്നത് ഈ അന്തിക്കാടാണ്. ഈ അന്തിക്കാടിൻ്റെ പരിസര പ്രദേശങ്ങളിലെ കലാസാംസ്കാരിക നാടക പ്രേമികൾ ഒന്നടങ്കം ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ ചേർന്ന് നിന്നപ്പോഴാണ് ഈ വെയ് രാജാവേ എന്ന നാടകം ഞങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിച്ചത്. 2.5 മാസക്കാലമായിരുന്നു നാടകത്തിൻ്റെ ക്യാമ്പ് അന്തിക്കാട് നടന്നത്. ആ ക്യാമ്പിലേക്ക് ഒറ്റയ്ക്കും കൂട്ടായും കുടുംബമായും ആരെങ്കിലും മണിയറയിലും പ്രവർത്തിച്ച് ആദ്യം പറഞ്ഞതുപോലെ ഒരു നാടൊത്തുചേർന്ന് ഒരു നാടക സംഘവും നാടകവും രൂപീകരിച്ച് ഞങ്ങൾ ഇന്നിവിടെ ഞങ്ങളുടെ ആദ്യത്തെ നാടകത്തിൻ്റെ പ്രദർശനത്തിൻ്റെ 2ാമത്തെ ദിവസം, വെയ് രാജ വെയ് നാടക ദിനങ്ങളുടെ 2ാമത്തെ ദിവസമാണിന്ന്. ഇന്നലെ ഇവിടെ നിറഞ്ഞു കവിഞ്ഞ വേദിക സദസ്സിന് മുമ്പിലാണ് ഞങ്ങൾ ഈ നാടകം അവതരിപ്പിച്ചത്. ഏകദേശം കുറച്ച് കസേരകൾ കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാവരും അതിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഒരു നാടൊന്നടങ്കം ഒരു നാടക സംഘത്തിന്റെ പുറകിലൂടെ സഞ്ചരിച്ച് ഒപ്പം നിന്ന് എല്ലാവിധത്തിലും സഹകരിച്ച് തയ്യാറാക്കിയ ആ നാടക സംഘമാണ് ഈ നാടക വീട് അന്തിക്കാട്. ഇതിലിരിക്കുന്ന പലരും ഞങ്ങളോട് അങ്ങനെ ഒപ്പം നിന്നവരാണ്. ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റിനകത്ത് എഴുതി വയ്ക്കുന്ന സംഘർഷങ്ങൾ, സങ്കടങ്ങൾ, പ്രതിരോധങ്ങൾ, അങ്ങനെ ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളെക്കാൾ സങ്കടകരമായ പ്രതിരോധങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ നാടക വീട് ഇന്നിവിടെ ഉയർന്നു നിൽക്കുന്നത്. അതിനോട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന, ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നാടക വീടിന് വേണ്ടി നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഈ നാടകത്തിൻ്റെ അവതരണത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചില കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളെയും ആസ്പദമാക്കി കേരളത്തിൽ അറിയപ്പെടുന്ന നാടക പ്രവർത്തകൻ, സിനിമാ നടൻ ആയിട്ടുള്ള ജെയിംസ് ഏലിയെ രചിച്ച് അന്തിക്കാടിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഷൈജു അന്തിക്കാട് സംവിധാനം നിർവഹിച്ച വെയ് രാജ വെയ് എന്ന നാടകം 31ഓളം കലാകാരന്മാർ 45ഓളം വരുന്ന വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ നാടകത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബമായും ഇവിടെ ഈ നാടകത്തിൽ ആരെങ്കിലും മണിയറയിലും നിൽക്കുന്നവരുണ്ട്. അവരെ എല്ലാവരും നിങ്ങൾക്കറിയാൻ കഴിയും. പറഞ്ഞു വരുന്നത്, ഒരു നാടക സംഘം എന്ന രീതിയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ ജീവൻ നൽകാൻ, ഊർജ്ജശ്വാസം വലിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ജീവൻ നൽകാൻ ശ്വാസം നൽകിയവരാണ് ഈ നാടകം കാണാനെത്തിയ എല്ലാവരും. അതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ കാണികൾ എന്നതിനേക്കാളുപരി ഞങ്ങൾ പറയുന്ന നാടക വീട് അംഗങ്ങളായി നിങ്ങളെല്ലാവരും ഇനിയുള്ള കാലങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഈ നാടകത്തിൻ്റെ ആദ്യത്തെ അവതരണത്തിന് ശേഷം ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ 1.5-2 മാസത്തിനുള്ളിൽ 7ഓളം ബുക്കിങ്ങുകൾ നമ്മുടെ നാടകത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ സന്തോഷം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ നാടിൻ്റെ, ഈ രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മലീമസമായ മതഫാസിസത്തിൻ്റെ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടും കീഴ്പ്പെട്ടുകൊണ്ടും ഒരു ലോകം മുഴുവൻ കിടക്കുന്ന ഒരു
ഏറ്റവും ദാരുണമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ നാടകം പറഞ്ഞു വയ്ക്കുന്നതും ബഷീറിൻ്റെ വാക്കുകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ ജെയിംസ് ചേട്ടൻ്റെ രചനയിലൂടെ ഈ നാടകം പറഞ്ഞു വയ്ക്കുന്നത് ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ശരിക്കുമുള്ള ഒരു പ്രദർശനമാണ്. ആ പ്രദർശനം കാണാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ നാടക വീടിൻ്റെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി എൻ്റെ വ്യക്തിപരമായ നാടക വീടിൻ്റെ ഭാരവാഹി എന്ന രീതിയിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ രണ്ടാമത്തെ ദിവസത്തിൻ്റെ അവതരണത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സെഷൻ സ്വാഗതം പറയുന്നതിന് വേണ്ടി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അന്തിക്കാട് യൂണിറ്റിൻ്റെ സെക്രട്ടറി സിരിൻ മാഷെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഊഷ്മളമായ സ്നേഹം, സഹൃദയത്വം, സാഹോദര്യം. ബഹുമാന്യരെ, നമ്മൾ ഇന്നലെ ഒരു സ്വല്പം വൈകിയിരുന്നു. പക്ഷേ ഇന്ന് നാടക സംഘത്തിൻ്റെ ഒരു വാശി കൃത്യമായ സമയത്ത് തുടങ്ങി കൃത്യമായിട്ടുള്ള സമയത്ത് അവസാനിപ്പിക്കണം എന്നാണ്. ഇന്നത്തെ ഈ ചടങ്ങും ചെറിയ ചടങ്ങാണ്. അധ്യക്ഷത വഹിക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് സുമ ടീച്ചറാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സിനിമാ സംവിധായകൻ പ്രിയ നന്ദനനാണ്. അദ്ദേഹത്തെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കവി സുഹൃത്തുമായിട്ടുള്ള ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള KG വിശ്വനാഥൻ, അതുപോലെ തന്നെ നമുക്കറിയുള്ള നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ മണിലാൽ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിയേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ശശിധരൻ, നമ്മുടെ പാർട്ടിയുടെ അവിടെ മുഖ്യാതിഥിയായിട്ട് കലാഭവൻ്റെ സലീം എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ചാക്കോ മഷട്ടി ചാക്കോ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങുകൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകാനായിട്ട് ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മഴയുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. നല്ലൊരു നാടകം കാണാനായിട്ട് ഇത് നാടക വീട് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഷൈജേട്ടൻ്റെ ഏകാംഗങ്ങൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഇപ്പോൾ സജീവമായിട്ടൊരു വലിയ നാടകം ചെയ്യാണ്. അമേച്ചർ രംഗത്ത് ആദ്യമായിട്ട് ഉള്ളൊരു കാൽവെപ്പാണ്. നാട്ടുകാരുടെ പിന്തുണയാണ് ഈ നാടക സംഘത്തിൻ്റെ കരുത്ത്. എല്ലാവർക്കും നല്ലൊരു നാടകം കാണാനായിട്ട് ആശംസിക്കുന്നു. നന്ദി. സുമ ടീച്ചർ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആമുഖം പറഞ്ഞ അഭിലാഷ്, അതുപോലെ തന്നെ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറി സിരിൻ സാറ്, പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഏകദേശം 2-2.5 മാസക്കാലമായി നമ്മുടെ നാടിൻ്റെ ഒപ്പം, അതുപോലെ നാടിനോടൊപ്പം തന്നെ സ്ഥിരോത്സാഹികളായ ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ അശ്രാന്ത പരിശ്രമം മൂലം നല്ലൊരു കലാസൃഷ്ടി ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെ വെയ് രാജ വെയ് എന്ന നാടകം. ഒരുപാട് പേരുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് ഒരുപാട് സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലാണ്. ചില ജനമനസ്സുകളുടെ ഇന്നുകളും വരാൻ പോകുന്ന നാളുകളൊക്കെ. അതിലേക്ക് ഒരു ചെറിയ സാന്ത്വനമായി, ചെറിയൊരു കുളിർക്കാറ്റ് എന്നതുപോലെ ഒരു സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു സന്ദേശം പകരാനായിട്ട് ഈ നാടകം ഉപകാരപ്പെടുമെങ്കിൽ അതിൻ്റെ അണിയറ ശില്പികൾക്കും രചയിതാക്കൾക്കും സംവിധായകർക്കും ഇതിൻ്റെ ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നല്ലൊരു ഭാഗ്യം കൂടിയാണ്, നല്ലൊരു സന്ദേശം കൂടിയാണ്. ആ ഒരു ജനമനസ്സുകളുടെ ഇടയിലേക്ക് സ്നേഹം, സാഹോദര്യം, സാന്ത്വനമൊക്കെ ഐക്യം എത്തിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് പ്രിയപ്പെട്ട സിനിമാ സംവിധായകൻ, എല്ലാവർക്കും അറിയുന്ന പ്രിയനന്ദൻ സാറാണ്. സാറിനെ ഞാൻ ഇതിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനിയ അധ്യക്ഷ സുമ ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ,
7:40 നാടകം തുടങ്ങുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ പ്രസംഗത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചന്ദ്രശേഖരൻ നന്നായിട്ട് 1-2 നല്ല കവിതകൾ പാടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെയും ഒരു നിമിഷമായിട്ടാണ് തോന്നുന്നത്. കാരണം എനിക്ക് ഈ സത്യത്തിൽ ജീവിതം തന്നത് നാടകമാണ്. അപ്പോൾ നാടകത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കുറേ കാലത്തിന് ശേഷമാണ് അന്തിക്കാട് ഇങ്ങനെ ഒരു സംഘം വരുന്നത്. ഈ സംഘം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നടന്മാരാണ്. നാടകത്തെ അതേപോലെ ചോരയായി കൊണ്ടുനടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബഷീറും ഷൈജുവും ജെയിംസും പിന്നെ CR രാജനും ജോസും ഗോപിയും അങ്ങനെ നിരവധി എല്ലാ പ്രിയപ്പെട്ടവരും അണിനിരക്കുന്ന ഒരു നാടക അവതരണം ആണ്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നാടകങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പലപ്പോഴും പല പ്രവർത്തനങ്ങളും പല കലാസമിതികളും അങ്ങനെ നാടകത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തും 100 വർഷമോ 50 വർഷമോ തികയ്ക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെ തികയ്ക്കണമെന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ നാടകങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മനുഷ്യർ സംഘം ചേർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതിനെയും വളരെ ധൈര്യപൂർവ്വം പറയാനൊക്കെ ഉള്ളൊരു മടി കാണിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു കാലത്താണ്, കെട്ടകാലത്താണ്. അപ്പോൾ സത്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ശരിക്ക് ഈ ആർട്ടിസ്റ്റുകൾക്കുള്ള കലാകാരന്മാർക്ക് ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബഷീറിനും ഭ്രാന്തായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നാടകക്കാർക്ക് പ്രത്യേകിച്ച് നമ്മളങ്ങനെ പറയാറുണ്ട്. ഒരു സിനിമാക്കാരനായാൽ ഭ്രാന്തായി എന്നൊന്നും പറയില്ല. പക്ഷെ നാടകം കളിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലും വീട്ടിലും ഒക്കെ പറയാം അവന് ഭ്രാന്താന്നാണ്. അവനെ അംഗീകരിക്കാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഭ്രാന്ത് പിടിച്ച ആളുകളാണ്. ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യരെന്ന് പറയുന്നത് അവരായിരിക്കും മുൻകൂട്ടി കാലത്തിന് മുമ്പായിട്ട് പല കാര്യങ്ങളും പ്രവചിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് അധികാരത്തിൻ്റെതായിട്ടുള്ള വലിയ കാര്യങ്ങളില്ലാതാണ്. അപ്പോൾ അധികാരം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. അതുകൊണ്ട് സത്യം പറയുക എന്നതാണ് നമ്മൾ മൂടി വയ്ക്കുന്ന, അല്ലെങ്കിൽ പലരും പറയാൻ മടിക്കുന്ന സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൗത്യം നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് നമ്മൾ അത്ര എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് സച്ചിദാനന്ദ മാഷ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെയാണ്, നമ്മളൊരു ഈ ജയിലിൽ ചെന്ന ഒരവസ്ഥയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ടാവും, അവിടെ 2 പോലീസുകാർ കാവലുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഈ തോട്ടിൽ നിന്ന് വെടിയുണ്ടയോ അല്ലെങ്കിൽ മറ്റോ ഏൽക്കാമെന്നുള്ള ഒരു ഭീതി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വാച്ച് ടവറിൽ പോലീസുകാരില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഭയത്തിൻ്റേതായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ പൊതുവെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലായാലോ നമ്മുടെ സിനിമയിലായാലോ നമ്മുടെ നാടകത്തിലായാലോ നമ്മുടെ ലേഖനത്തിലായാലോ നമ്മുടെ കവിതയിലായാലോ ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് എഴുതി പോരുമ്പോൾ അല്ലെങ്കിൽ സത്യത്തെ വിളംബരം ചെയ്യാൻ പോരുമ്പോൾ ഒരു ടവറാണ്. നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിന് പോയിട്ട് അപ്രീതി നേടേണ്ടതുണ്ടോ എന്ന് പറയുന്ന വലിയൊരു നോട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഭയം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സത്യത്തെ വിളംബരം ചെയ്യുക എന്നുള്ളൊരു പ്രതീക്ഷ ആർട്ടിസ്റ്റുകൾ മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. കലാകാരന്മാർക്ക് മാത്രമാണ് അങ്ങനത്തെ ഒരു വഴി വെട്ടാൻ കഴിയുള്ളൂ എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് തടസ്സങ്ങളെയും ഇത് വരുന്ന നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭയത്തെ ചെറുക്കാനുള്ള ഒരു മാർഗത്തിൽ ഒരുമിച്ചിരിക്കുക, സംഘം ചേരുക എന്നുള്ളതാണ് വലിയ ദൗത്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ദൗത്യമാണ് ഇവിടെ നാടക വീട് എന്ന് പറയുന്ന ഇതിലൂടെ, ഒരു നാടകത്തിലൂടെ, അതിൻ്റെ അണിയറയിലൂടെ ഒക്കെ നമ്മൾ അറിയുന്നത്. കാരണം ഒരു നാടകത്തിൻ്റെ അരങ്ങിലേക്കാൾ കൂടുതൽ മനുഷ്യർ ഒത്തുചേരുന്നത് അണിയറയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സംവാദങ്ങൾ രൂപപ്പെടുന്നത്. അത്തരം സംവാദങ്ങൾ ഇനിയും തുടരാൻ നാടക വീടിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ നാടക അവതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദനം. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി കലാഭവൻ സലീമിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ അന്തിക്കാട് എത്തിച്ചേർന്നത്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിലും എൻ്റെ ഒരു കലാപ്രകടനം ആരംഭിക്കുന്നത് നാടകത്തിലൂടെയാണ്. 1976 കാളത്തോട് LP സ്കൂൾ. ആ ഒരു സന്തോഷത്തിന് പുറമെ
ഈ നാടകത്തിൻ്റെ സംവിധായകൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷൈജു അന്തിക്കാട് എന്നുള്ളത് കൊണ്ട് വലിയ സന്തോഷം. നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം. നിറഞ്ഞ സദസ്സിനെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം, ഇത് നമ്മളൊരു കലോത്സവം അല്ലെങ്കിൽ ഒരു സ്കൂൾ പരിപാടികളോ അല്ലെങ്കിൽ മത്സര പരിപാടികൾ പോലെയല്ലല്ലോ. ഒരു നാടകം ആസ്വദിക്കാൻ തന്നെ എത്തിയ ആളുകളാണ്. അത് വലിയ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി അനുഭവിച്ചറിയാൻ പോകുന്നവരാണ്. പക്ഷേ ഈ കലോത്സവങ്ങളുടെ ഇത് ഞാൻ 1-2 സിനിമാ താരങ്ങളെ അനുകരിക്കുകയാണ്. അവരിലൂടെ പറഞ്ഞു പോവാം. ഈ കലോത്സവങ്ങളെക്കുറിച്ച് ഉയരം കുറഞ്ഞ ഹാസ്യനട കോട്ടയം പ്രദീപ് അദ്ദേഹം പറഞ്ഞത്, കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. ചില കലോത്സവങ്ങൾ നടക്കുമ്പോഴേ സമ്മാനം കിട്ടാത്ത കുട്ടികളുടെ പേരൻസിൻ്റെ കരാട്ടയുണ്ട്, കുംഫുണ്ട്, കളരിയുണ്ട്. എങ്ങനെയുണ്ട് കലോത്സവം? ഇഷ്ടമായില്ലേ? ഈ സദസ്സിൽ നമ്മുടെ ഷൈജു അന്തിക്കാടിൻ്റെ ഒക്കെ പ്രിയപ്പെട്ട താരമായിരുന്ന, നമ്മുടെയൊക്കെ ഇഷ്ട താരമായിരുന്ന ഹാസ്യ നടൻ ഇന്നസെൻ്റ് ചേട്ടൻ വരികയാണെങ്കിൽ എന്ന് പറയും. ഇന്നസെൻ്റ് എല്ലാവരും ഉണ്ടല്ലോ. ഏറ്റവും നന്നായി ഈ നാടകം ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വക ആശംസകൾ. ഇനി വേറെ ആരുടെയെങ്കിലും ആശംസകൾ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല സത്യം. ഈ നാടകം ഇത്രയും മനോഹരമായി സംവിധാനം ചെയ്ത ഷൈജു അന്തിക്കാടിന് പ്രത്യേകമായിട്ട് ആശംസകൾ നേരിട്ടുണ്ട്. വിരോധമൊന്നുമില്ലല്ലോ. പോട്ടെ. ഈ ഒരു നടനെ കൂടി 70കളിലെ ആക്ഷൻ ഹീറോയെ ഓർക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുമ്പോഴേ അദ്ദേഹത്തെ കൂടെ ഓർക്കുകയാണ്. ജയൻ, അനശ്വര നടൻ ജയൻ. അത് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇടപ്പയ്യൻസ്, maybe we are poor, coolies, trolley pullers, but we are not beggars. We are actors. Happy Drama Day! ഓക്കെ, താങ്ക് യു. അടുത്തായി നമുക്ക് സുപരിചിതനായ കവിയും അതുപോലെ സിനിമ നാടൻപാട്ട് ഗാനരചയിതാവുമായ നമ്മുടെ പ്രിയപ്പെട്ട എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ നമ്മുടെ ചന്ദ്രബായിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. കാരണം ഈ സ്കൂളിൻ്റെ ഇതേ മുറ്റത്ത് തന്നെ ഞായറാഴ്ച എന്നൊരു നാടകം ഷൈജു അന്തിക്കാടിനെ കാണാനുണ്ടായി. എനിക്ക് എപ്പോഴും തോന്നുന്നു, ഞാൻ കണ്ടിട്ടുള്ള നാടകങ്ങളിൽ വളരെ മികച്ച ഒരു നാടകമായിരുന്നു ഞായറാഴ്ച. എനിക്ക് എപ്പോഴും ഉറപ്പ് തോന്നുന്നുണ്ട്. മാത്രമല്ല, ഷൈജുവിനെ കുറിച്ച് പറയുമ്പോൾ ഷൈജു സിനിമാക്കാരനായിട്ട് നാടകരംഗത്തേക്ക് വരുന്നുണ്ട്. കാരണം ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടാണ് ഷൈജു സിനിമ ചെയ്തത്. ഷേക്സ്പിയർ എം എ മലയാളം എന്ന സിനിമ അദ്ദേഹം ചെയ്യുന്നത് തന്നെ, അതിലെ കഥാപാത്രം, ജയസൂര്യയുടെ കഥാപാത്രം ഒരു നാടകക്കാരനാണ്, നാടകത്താണ്. അതിൽ കഥാപാത്രങ്ങളൊക്കെ നാടക സംഘത്തിലെ ആളുകളാണ്. എല്ലാ മലയാളത്തിലെ പ്രിയപ്പെട്ട ഹാസ്യ നടന്മാരെന്ന് പറയുന്ന ആളുകളൊക്കെ, നല്ല നടന്മാരൊക്കെ ഒന്നിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. അതിൻ്റെ ഇതിവൃത്തവും നാടകം തന്നെയാണ്. അപ്പോൾ നാടകത്തെ വളരെയധികം നെഞ്ചോട് ചേർത്ത് വെച്ച ഒരാളാണ് ഷൈജു അന്തിക്കാട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന പച്ചയായിട്ടുള്ള നാടക പ്രവർത്തകർ. അന്തിക്കാടിൻ്റെ മാറ്റാണ് ഈ നാടക സംഘം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒരുപാട് ആളുകൾ ഇനി വർത്തമാനം പറയാറുണ്ട്. അതിനോട് ഷൈജു പറഞ്ഞൊരു കവിത ചിലർന്നാണ്. ഒരു കവിത മുഴുവൻ ജില്ല ഒരുപാട് സമയമെടുക്കുന്നത് കുറച്ചല്ല. അതിലുപരി എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ മറന്നുപോയൊരു കാര്യം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ കണ്ട് വായിപ്പിച്ച അല്ല പച്ച മലയാളത്തിൽ പത്തമ്മയുടെ ആട് പറ്റു 3 കുഞ്ഞുങ്ങൾ 3 സുഖമായിട്ട് കഴിയുന്നു എന്ന് പച്ച മലയാളത്തിൽ എഴുതി മലയാളിയെ മുഴുവൻ വായിപ്പിച്ച നാട്ടുഭാഷയിലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് തന്ന അല്ലേ? ആ കഥാപാത്രങ്ങളൊക്കെ പുതിയ കാലത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു കാലമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് നമ്മളെയൊക്കെ ഉള്ളിലേക്ക് അറിയാതെ വിഷം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. നമ്മൾ വരുന്നൊരു തലമുറ എങ്ങനെയായിരിക്കും? അതിനുള്ള ഉത്തരങ്ങൾ. കാരണം കാലമാണ് കല. ഈ കാലത്ത് പറയുന്നുണ്ടായിരിക്കും ഈ നാടകത്തിൽ. നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കാം. ഞാൻ കണ്ടില്ല, ഇന്നലെ കണ്ടിട്ട് തീരുമാനിക്കാം. ചെറിയ ഒരു കവിതയല്ല, സ്നേഹത്തോറ്റം.
മഴവില്ലെനിക്കു നിറങ്ങൾ തന്നു നിറഞ്ഞ മനസ്സോടെ. കടലുകളേഴും മഷി ചാലിക്കാനൊരുങ്ങി നിന്നപ്പോൾ വാനം വരയിടമാക്കി ഞാനൊരു ചിത്രമെഴുതുകയായി. അതിലാരുടെ നിറവുകൾ, ആരുടെ മുറിവുകൾ, ആരുടെ നീറും മൗനങ്ങൾ. സ്നേഹം അതാണതിൻ ജീവൻ, സ്നേഹം അതാണതിൻ ജീവൻ. മലനിരകൾ, വാദ്യമേളങ്ങൾ, മഴനൂലിഴകൾ, തന്ത്രികൾ, ഇലമർമരങ്ങൾ, ഈറക്കാടുകൾ, ഇടിനാദങ്ങൾ, ഈണങ്ങൾ, പുഴകൾ, ഗായകർ, ഒരു ഗാനമൊരുങ്ങുകയായി. അതിലാരുടെ നിലവിളി, ആരുടെ കൊലവിളി, ആരുടെ ഉയരും തേങ്ങലുകൾ. സ്നേഹം അതാണതിൻ രാഗം. കുറച്ചുകൂടി എൻ്റെ കവിത സ്നേഹമാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ളത്, കലയുടെ ഉള്ളിലുള്ളത്. അടുപ്പിക്കുന്ന ഒന്നാണ്. അടുപ്പിക്കുന്നത് കലയിലില്ല. വളരെ സന്തോഷമുണ്ട് എൻ്റെ ഷൈജന്തിക്കാടിൽ എനിക്ക് സിനിമയിലൊക്കെ പാട്ട് എഴുതാൻ തന്നെ പ്രത്യേകം നന്ദി. സ്റ്റേറ്റ് അവാർഡ് നേടിയ ഭാരതപ്പുഴ എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ മണിലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ നാടകമായുള്ള ബന്ധം അന്തിക്കാടുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുരിശിൻ്റെ വഴി എന്നൊരു നാടകം ആലപ്പാട് നിന്ന് ആരംഭിക്കുന്നു. തുടങ്ങുന്നതിന് മുമ്പിനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ നാടകം തന്നെ അഭിനയിക്കാൻ കഴിയാതെ പോയി. പിന്നെ അന്തിക്കാട് സ്റ്റേഷനിൽ 57 പേര് നാടകം കളിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായൊരു വിഷയമായിരുന്നു എൻ്റെ ആദ്യ നാടകവും അവസാന നാടകവും. ഇതിലൂടെ വന്നപ്പോൾ വളരെ നാടകത്തിന് മുമ്പ് തന്നെ സന്തോഷമായി. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഭാരതപ്പുഴയിലെ നേടി സിജി പ്രദീപുണ്ട്. പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ ഇതിൽ അഭിനയിക്കുന്നു. ഷൈജു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സന്തോഷം നാടകത്തിന് മുമ്പ് തന്നെ ഉണ്ടായി. ഭാഷ കൊണ്ടും അതുപോലെ തന്നെ ജീവിതം കൊണ്ടും മണ്ണിൽ തൊട്ട ബഷീറിൻ്റെ കഥയാവുന്നത് കൂടുതൽ സന്തോഷകരമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഈ ഒരു ഉത്സാഹം നാടകക്കാരുടെയും ഈ ഗ്രാമത്തിൻ്റെയും ഒരു ഉത്സാഹം വളരെ സന്തോഷകരമായ നിമിഷമെടുത്തായിരുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. അടുത്തതായി പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ ട്രഷറർ ഡോക്ടർ KG വിശ്വനാഥൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നാടകം കാണാനിരിക്കുന്നതിന് മുമ്പിൽ വലിയ സംസാരത്തിന് മുതിരുന്നത് 2 കാര്യങ്ങളെ കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സന്തോഷിക്കുന്നത്. ഒന്ന്, ഞാൻ ഇന്ന് വരുന്നത് ഒരു നാടക പ്രവർത്തന സ്ഥലത്തുനിന്നാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച പോലെ എല്ലാ മേഖലകളിലും നാടക സംഘങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തൃശ്ശൂർ നാടകശാല എന്ന സംഘം ഉണ്ടാക്കുകയും അതിൻ്റെ ഈ 12-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനവും ഒരു നാടകവും അവതരിപ്പിക്കുക. നാടകത്തിൽ ഞാനും പങ്കാളിയാണ് എന്നുള്ള ഒരു സന്തോഷം കൊണ്ടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. രണ്ടാമത്തെ സന്തോഷം, ഈ നാടക വീട് എന്ന് പറയുമ്പോൾ ഞാൻ അന്തിക്കാലത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെറുപ്പം മുതൽ അങ്ങനെ വരികയും താമസിക്കും. ടൗണിൻ്റെ തൃശ്ശൂരിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് എൻ്റെ വെക്കേഷൻ കാലവും ഒക്കെ തന്നെ കഴിച്ചിട്ട് ഈ പാന്തോടിനടുത്തുള്ള എൻ്റെ അമ്മ അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ കൊണ്ടാണ് ഞാനിവിടെ സന്തോഷത്തോടെ എത്തിപ്പെട്ടത്. അപ്പം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആശ്രയസ്ഥാനമാണ്, അത് സന്തോഷം തരുന്നതാണ്. എല്ലാവരും പരസ്പരം ചേർന്നുകൊണ്ട് ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ കഥകളും ഇതൊക്കെ പറയുന്ന ഒന്നാണ് വീട്. അപ്പോൾ നാടക വീട് അന്തിക്കാട് എന്നുള്ളത് അത്തരം മനുഷ്യ സ്നേഹത്തിൻ്റെ, പ്രത്യേകിച്ചും മനുഷ്യ സ്നേഹത്തെക്കുറിച്ച്
നമ്മുടെ സമീപകാല രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടുകളിൽ ഉറക്കെ പറയേണ്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളത് സ്നേഹത്തെക്കുറിച്ച് മാനുഷികതയെക്കുറിച്ചൊക്കെ പറയാൻ നാടകങ്ങൾ ഉപകരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ക്ലീശയായ ഒന്നുണ്ട്, നാടിൻ്റെ അകമാണ് നാടകം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും ആ ഒരു ആശയവും നടപ്പിലാകുന്നു. ഏതായാലും ഈ നാടകവീട് അവതരിപ്പിക്കുന്ന ലീലാജാവിയുള്ള നാടകത്തിൽ എൻ്റെ പ്രവർത്തകർക്കും എല്ലാ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഞാൻ നടത്തുന്നു. സ്നേഹം. അടുത്തതായി തൃശ്ശൂർ റൂറൽ ACPയും സിനിമാ നടനുമായ സലീർ സാറിനെ ക്ഷണിച്ചു. ഒരു തിരുത് തൃശ്ശൂർ ടൗൺ ACP ആണ്, സിറ്റിയാണ്. ഈ റൂറൽ ACP എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് എൻ്റെ പരിധിയല്ല റൂറൽ. ഔപചാരികതയില്ലാതെ തുടങ്ങാം. ഷൈജു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ ബ്രദർ, ഫ്രണ്ട്സ് മാത്രമല്ല, കേരള ഗവൺമെൻറ് ഒരുമിച്ച് പിടിച്ച് കുറേ നാടകങ്ങൾ കളിച്ചു. അങ്ങനെയൊക്കെ ഉള്ളൊരു ബാല്യകാലം ഞങ്ങൾക്ക് അന്തിക്കാടുണ്ടായിരുന്നു. ഞാൻ അന്തിക്കാട്ടുകാരനല്ലെങ്കിലും വളർന്നത് അന്തിക്കാടാണ്. അതുകൊണ്ട് തന്നെ സത്യം തുറന്നു പറയാൻ തയ്യാറാകുന്ന കുറേ കലാകാരന്മാരുള്ള നാടാണ് അന്തിക്കാട് എന്നുള്ളത്. അന്തിക്കാടിനെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇവിടെ നിന്നാണ് എല്ലാവരും ഉയരത്തിലേക്ക് പോയിട്ടുള്ളത്. സുനിച്ചേട്ടനായാലും ശരി, രാജനായാലും ശരി, പേര് പറയുന്നതിൽ വിഷമിക്കരുത്. ആ ഒരു അന്തിക്കാടിൻ്റെ സ്നേഹം അതാണ്. അതുകൊണ്ടാണ് ആ പേര് ഇപ്പോൾ പറയുന്നത്, അങ്ങനെ പേര് പറയുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഒഫീഷ്യലായിട്ടുള്ള ഒരു ചടങ്ങല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഷൈജിനോട് പറഞ്ഞിരിക്കുന്നു, നാടകവീടിൻ്റെ ആദ്യത്തെ പ്ലേ ആണോ എന്ന് ചോദിച്ചു. സത്യത്തിൽ സത്യൻ അന്തിക്കാട് സാറിൻ്റെ ഒരു സ്പീച്ച് ഇട്ട് തന്നിട്ട് ഷൈജു എന്നെ വിളിച്ചപ്പോഴാണ് അത് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പെരുങ്ങോട്ടൂർ വന്ന് തിരിച്ച് പോയുള്ളൂ, എൻ്റെ വീട്ടിൽ വന്ന് തിരിച്ച് തൃശ്ശൂർ എത്തിയുള്ളൂ. അപ്പോഴാണ് ഷൈജുൻ്റെ ഒരു കോൾ വന്നത്, അത് ഒരു വാട്സപ്പ് കണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചത് സംഭവം. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു നാടകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ എത്രത്തോളം ഈ നാടകം നന്നായിരിക്കും. എന്നാൽ അത് കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ളത് തന്നെ രണ്ടാമത് തിരിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിനും അന്തിക്കാടിൻ്റെ ഈ കലാവിധനും ഷൈജുവിനും ഒക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിക്കുന്നു. നമസ്കാരം. അടുത്തതായി ആശംസകൾ പറയാൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിയേട്ടനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരു ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇവിടെ പ്രശസ്ത വ്യക്തികളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ അന്തിക്കാട് ഒരു നാട്, ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നലെ ഇവിടെ ഈ നാടകത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നിങ്ങളെല്ലാവരും കണ്ടിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നാടകം കാണാനിരിക്കുന്നുള്ളൂ, എന്തായാലും നന്നായിരിക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും പുരോഗമന കലാസാഹിത്യ സംഘം ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ നാട് തന്നെ ഈ നാടകത്തിനെ നെഞ്ചേറ്റാണ്. നമുക്കറിയാം, ഒരുപാട് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ അകത്ത് ഒട്ടനവധി മാറ്റങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് നാടകം. പച്ചയായ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ് നമ്മുടെ ഈ നാട് കൈവരിക്കാൻ ആയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രശസ്തമായുള്ള നമ്മുടെ നാടകകൃത്തും നടനും ഒക്കെ ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് സാറിൻ്റെ നിരവധിയായിട്ടുള്ള നാടകങ്ങളിൽ നിന്ന് ചേർത്തെടുത്തിട്ടുള്ള അതിൻ്റെ ആവിഷ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നാടകമാണെന്നുള്ളതുകൊണ്ട് ചിരിക്കാനും ചിന്തിക്കാനും എല്ലാം ഈ നാടകത്തിൽ ഉണ്ടാകും. എന്തായാലും പുരോഗമന കലാസാഹിത്യ സംഘം
അന്തിക്കാട് യൂണിറ്റ് ഈ ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭം എന്ന നിലക്ക് ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ, കൂടുതൽ ഇത്തരത്തിലുള്ള നാടകങ്ങളും മറ്റും നമുക്ക് ആസ്വദിക്കാൻ അവർ മുന്നോട്ട് വെക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി 2 വാക്ക് സംസാരിക്കാൻ ചാക്കോ മാഷെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പടിയത്തിലെ ഒരു വീട് റിഹേഴ്സലിനായി എടുത്ത് 2-2.5 മാസത്തോളം 31 കലാകാരന്മാരും അതുപോലെ തന്നെ അണിയറ ശില്പികളും അതുപോലെ ഇതിന് സാമ്പത്തിക സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ അന്തിക്കാടിൻ്റെ പഴയ സാംസ്കാരിക ചരിത്രം തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് ഈ നാടകം അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഷൈജു അന്തിക്കാടിൻ്റെ ഡയറക്ഷനിൽ ജെയിംസ് ഏട്ടൻ രചിച്ച് അതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആ നാടകം അരങ്ങേറുമ്പോൾ അത് സന്തോഷിക്കുന്നത് ഈ നാടാണ്. ഈ നാടിൻ്റെ ചരിത്രം സമരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രമാണ്. ആ സാംസ്കാരിക ചരിത്രം വീണ്ടും പിടിച്ചതിൻ്റെ ഒരു സന്തോഷത്തോടുകൂടി ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, നാടകവീട് അംഗമായ ഈ നാടകവീടിൻ്റെ ആ ജനന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞങ്ങളെ കൈപ്പിടിച്ച് കിടത്താൻ, നടുനിവർന്ന് നിൽക്കാൻ ഒപ്പം നിന്ന നമ്മുടെ അന്തിക്കാടിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ് ഇടപെടലുകളും കൃത്യമായ പങ്കും വഹിച്ചു കൊണ്ടിരിക്കുന്ന രാംകുമാർ കാട്ടാനി, ഇവിടെ ഇപ്പോൾ നമ്മുടെ നാടകത്തിൻ്റെ സംവിധായകൻ ഷൈജു അന്തിക്കാടിനെയും നാടകം രചിച്ച ജെയിംസ് ഏരിയെയും ഒരു ആദരവ് നൽകണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അത് നൽകുന്നതിന് വേണ്ടി രാംകുമാർ ഏട്ടനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നാടക സംവിധായകൻ ഷൈജു ഏട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം നാടകം രചിച്ച നമ്മുടെ പ്രിയങ്കരനായ ജെയിംസ് ഏലിയ ഇവിടെ സ്വാഗതം ചെയ്യും. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഉറപ്പാണ്. രാംകുമാറാണ് ഹൃദയത്തിന്റെ ഭാഷയിൽ നാടകവീടിനു വേണ്ടി നന്ദി അറിയിക്കുന്നു. നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിനീഷ് മാഷെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ബഹുമാനികളെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 2 മാസമായി നമ്മൾ ഇവിടെ ഒരു വീടെടുത്ത് ക്യാമ്പ് ചെയ്ത് നാടക വീട് അന്തിക്കാടിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നിവിടെ അന്തിക്കാട് നാടക ദിനങ്ങൾ എന്ന പേരിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാൻ കഴിഞ്ഞു. നല്ലൊരു നാടകം നമ്മുടെ കയ്യിൽ ഇന്ന് വന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കളിക്കാനുള്ള അവസരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് നാടകം ആരംഭിക്കേണ്ടതുണ്ട്. ഇന്നിവിടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത പ്രിയനന്ദൻ സിനിമ സംവിധായകൻ എല്ലാവർക്കും അറിയാം. ഇനി കൂടുതലായി ആരും പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു.
മുഖ്യാതിഥിയായി നമ്മളോടൊപ്പം ചേർന്ന കലാഭവൻ സലീം, അദ്ദേഹത്തിന് നാടകവീടിൻ്റെ പേരിലും വ്യക്തിപരമായും പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആശംസകൾ അറിയിച്ച ചന്ദ്രശേഖരൻ ഏങ്ങണ്ടിയൂർ ചന്ദ്രേട്ടന് ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ശ്രീ മണിലാൽ, നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതപ്പുഴ എന്ന അവാർഡ് നേടിയ, ഭാരതപ്പുഴ എന്ന ഫിലിമിന് സ്റ്റേറ്റ് അവാർഡ് നേടിയ ഒരു നല്ലൊരു വർക്കിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തോട് വ്യക്തിപരമായി ഞങ്ങളുടെ എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിച്ച നമ്മുടെ ശശിയേട്ടൻ, ചാക്കോ മാഷ്, ഒപ്പം തന്നെ ഡോക്ടർ KG വിശ്വനാഥൻ സാർ, കുക്കാസയുടെ സ്റ്റേറ്റ് ട്രഷററാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്നിവിടെ സ്വാഗതം പറഞ്ഞ സിൽ മാഷ്, അധ്യക്ഷ സ്ഥാനം വഹിച്ച സുമ ടീച്ചർ, നമ്മുടെ നാടകത്തിൻ്റെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷൈജുവേട്ടൻ, സംവിധായകൻ ഷൈജുവേട്ടൻ, രചന നടത്തിയ ജെയിംസ് ഏലിയ തുടങ്ങിയ ഏവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങളോടൊപ്പം നിന്ന ഈ നാട്ടുകാരാണ്, നാടകപ്രേമികളാണ്, കലാസ്നേഹികളാണ്. ഞങ്ങൾ ഈ നാടക വീടിൻ്റെ പേരിൽ ഒരു നാടകം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ എല്ലാവരും നല്ല ഒരു പ്രതികരണത്തോടെ നല്ല രീതിയിൽ നമ്മളോട് ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രീതിയിൽ നമ്മളോട് സഹായിച്ചവരേറെയാണ്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് സംഗീത നാടക അക്കാദമിയുടെ ഒരു അവിടെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നതിനിടയിൽ സാമ്പത്തികമായി സഹായിച്ച ഏറെ പേരുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദർശനത്തിന് വേണ്ടി ടിക്കറ്റുകൾ എടുത്ത് സഹായിച്ചവരുണ്ട്. ഒരു വ്യക്തി പോലും ഒരു സ്ഥലത്തുനിന്ന് പോലും നമ്മളോട് നോ എന്ന് പറയാതെ കണ്ട് ഏറെ സഹകരിച്ചവരാണ് ഇന്ന് മുന്നിലിരിക്കുന്ന എല്ലാവരും തന്നെ. ഏറെ സന്തോഷം അറിയിക്കുകയാണ്, പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എല്ലാ നാടകപ്രേമികളോടും, ഇന്നിവിടെ കൂടിയ എല്ലാ കലാസ്നേഹികളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ സഹകരണം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ പേരിൽ വ്യക്തിപരമായും ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒപ്പം തന്നെ ഇതിൽ പ്രവർത്തിച്ച ആക്ടേഴ്സ്, അതുപോലെ സൗണ്ട്, ലൈറ്റ്, സൗണ്ട്, പ്രത്യേകിച്ച് ഷാജിക്ക, ജുഗുനു സൗണ്ട്, ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് ഈ സ്കൂൾ കോമ്പൗണ്ട് അനുവദിച്ച് തന്ന ഈ സ്കൂൾ ഭാരവാഹികൾ, പ്രത്യേകിച്ച് അച്ഛൻ ടീച്ചർ, PTA മെമ്പേഴ്സ്, ടിക്കറ്റ് എടുത്ത് സഹകരിച്ച സ്കൂളുകളാണ്. നമുക്ക് ഈ പരിസരങ്ങളിലുള്ളവരെല്ലാം തന്നെ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനിയും നമ്മൾ എത്രയും പെട്ടെന്ന് നാടകം തുടങ്ങേണ്ടതുണ്ട്. ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നാടകത്തിലേക്ക് സ്വാഗതം.